അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ് വേയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. NE1 അഹമ്മദാബാദിൽ നിന്ന് വഡോദര വരെയുള്ള എക്സ്പ്രസ് വേ. ഇത് മഹാത്മാഗാന്ധി എക്സ്പ്രസ് വേ, അഹമ്മദാബാദ് വഡോദര. What is GT? It's a beautiful highway, and this highway is part of Golden Quadrilateral. ഡിവൈഡറിലൊക്കെ ബോഗെയിൻ വില്ല വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പല കളറിൽ. ഇപ്പോൾ മണി 8:45. അങ്ങനെ നാഷണൽ എക്സ്പ്രസ് വേ 1 പോയിക്കൊണ്ടിരിക്കുകയാണ് ടുവേർഡ്സ് വഡോദര. അഹമ്മദാബാദിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അഹമ്മദാബാദ് ടു വഡോദര ഓൾമോസ്റ്റ് 85 കിലോമീറ്റേഴ്സ് ഉണ്ട്. ദിസ് ഈസ് NE1 നാഷണൽ എക്സ്പ്രസ് വേ 1. അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ് വേ ആണ്. നല്ല ക്ലൗഡിയാണ്. ഇനി ഇവിടുന്ന് അടുത്ത ഒരു മെയിൻ ടൗൺ എന്ന് പറയുന്നത് നദിയാദ്, പിന്നെ അത് കഴിഞ്ഞ് ആനന്ദ്, അത് കഴിഞ്ഞിട്ടാണ് വഡോദര. ഈ ആനന്ദിലാണ് ആക്ച്വലി നമ്മുടെ അമൂലിൻ്റെ മിൽക്ക് പ്രൊഡക്ഷൻ സെൻറ്റർ. സോഫ എവറിത്തിങ് റിയലി നൈസ്, സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൈഗൻ 18 കിലോമീറ്റർ മൈലേജാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നാഷണൽ എക്സ്പ്രസ് വേ 1ൽ നിന്ന് NE4ലേക്ക് കയറുകയാണ്. ഈ NE4 ആണ് ആക്ച്വലി നമ്മൾ ഡൽഹിയിൽ നിന്ന് ഗുഡ്ഗാവ് മുംബൈ എക്സ്പ്രസ് വേ എന്ന് പറയുന്നത്. അതിൻ്റെ ഈ വഡോദരയുടെ എക്സ്റ്റൻഷനിലേക്ക് നമ്മൾ കയറുകയാണ്. നാഷണൽ ഹൈവേ എക്സ്പ്രസ് 4ലേക്ക് കയറിയിരിക്കുകയാണ് ടുവേർഡ്സ് വഡോദര. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നേരിട്ടില്ലാത്ത കാരണം സവായ് മാധോപൂർ വെച്ചിട്ട് ഈ എക്സ്പ്രസ് വേ നമ്മൾ എക്സിറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ അഹമ്മദാബാദ് വന്നു നാഷണൽ ഹൈവേ 48 വഴി. അതിനുശേഷം ഇപ്പോൾ ഇവിടുന്ന് വീണ്ടും NE4ലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വെൽക്കം ടു വഡോദര മുംബൈ എക്സ്പ്രസ് വേ. മുംബൈക്ക് ഇനി ഇവിടുന്ന് 378 കിലോമീറ്റർ. ഗുജറാത്തിലാണ് ഒരിടത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയത്. Day 2. ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഐറ്റം, പോഹ. ഇത് നമ്മുടെ അവലാണ് സാധനം, അവല്. ഇതാണ് പാവ് ഭാജി. ഈ കളറ് കണ്ട വിചാരിക്കും ഭയങ്കര സ്പൈസിയാണ്, പക്ഷേ ഇത് ഫുള്ള് മധുരക്കറിയാണ്. മണി ഇപ്പോൾ 11 വഡോദര മുംബൈ എക്സ്പ്രസ് വേയിലാണ്. നാഷണൽ എക്സ്പ്രസ് വേ 4. ഒരു രക്ഷയില്ല, കിടിലൻ റോഡാണ് കേട്ടോ, കോൺക്രീറ്റ് റോഡാണ്. ഇതിൽ തിരക്കൊന്നുമില്ല, നൈസായിട്ട് ഓടിച്ചു പോവാം. ഇപ്പം ടൈഗൺ 18.2 കിലോമീറ്റർ മൈലേജ് ആയിരുന്നുണ്ട്. ഇടയ്ക്ക് 19 കിട്ടിയായിരുന്നു. ബറൂച്ച് എന്ന സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുക. ബറൂച്ച് വഡോദര എല്ലാം വിട്ടു, അഹമ്മദാബാദ് വിട്ടു, വഡോദര എല്ലാം വിട്ടു. സ്റ്റിൽ ഇൻ ഗുജറാത്ത്. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും എന്താ പറയുക, സംഗതികൾ ഗുജറാത്തിൽ വളരെ ബെറ്ററാണ്. ഗുഡ്ഗാവിൽ തുടങ്ങിയിട്ടുള്ള ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ കണ്ടിന്യൂഷനാണിത്. കംപ്ലീറ്റ് പണി പൂർത്തിയായിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഇനിയും പണി പൂർത്തിയാവാനുണ്ട്. ഫ്രം വഡോദര ഓൺവേർഡ്സ് ഹൈവേ പണി പൂർത്തിയായി കിടപ്പുണ്ട്, അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. സ്പീഡ് 80, 90, 100 ഇതിൽ കൂടുതൽ ഓടിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് 110, 120 വെക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്പീഡ് കൂടുന്നതനുസരിച്ച് മൈലേജ് ഡ്രോപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് വളരെ ഫ്യൂവൽ കോൺഷ്യസ് ആയിട്ടാണ് ഓടിക്കുന്നത്. ഫ്യൂവൽ കോൺഷ്യസ് ആയിട്ട് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, അതിന് നല്ല മൈലേജ് ഉണ്ട്. സിറ്റിക്കകത്ത് മൈലേജ് കിട്ടത്തില്ല ടൈഗണ്, പക്ഷേ ഹൈവേയിൽ നല്ല മൈലേജ് ഉണ്ട്. മോർ ദാൻ ഇനഫ്. 18-19 ഉണ്ട്. ഇത്രയും വലിയ കാറിന്, ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു വെഹിക്കിളിന് 19 മൈലേജ് എന്ന് പറയുന്നത് ഐ എം റിയലി ഹാപ്പി. മണി 11 എക്സ്പ്രസ് വേ എല്ലാം വിട്ട് ഇപ്പം ബറൂച്ച് എന്ന സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുക. ബറൂച്ച് ശരിക്കും എക്സാക്ട് ബറൂച്ച് ആയിട്ടില്ല, അതിനിപ്പുറം അവിടെ വെച്ചാണ്. 10 കിലോമീറ്റർ ഇനിയുണ്ട്. ഇതാണ് ഇവിടുത്തെ അർബൺ ഏരിയയിലെ കാഴ്ചകൾ. ഇത് എനിക്ക് തോന്നുന്നു മുസ്ലിം ഡോമിനേറ്റിംഗ് ഏരിയയിൽ കൂടെ തോന്നുന്നു. അത്രയ്ക്ക് മസ്ജിദൊക്കെ കാണാം. എനിവേ അഹമ്മദാബാദിൽ കണ്ട ആ ഒരു അത്രയും ഒരു ലുക്കൊന്നും ഈ സിറ്റിക്കില്ല, ഈ ഒരു സ്ഥലത്തില്ല. ബട്ട് ഓവറോൾ ഓക്കെ.
ബറൂച്ച് എത്തി. ബറൂച്ച് എന്ന സ്ഥലത്തിന്റെ പേര്. ഇപ്പൊ ഒരു വലിയ നദി കടന്നുകൊണ്ടിരിക്കുകയാണ്. നദിക്ക് കുറുകെ ഇതാ നർമ്മദ നദി കേട്ടോ. നർമ്മദ നദിയെ. മണി 12:05. ഇപ്പൊ ബറൂച്ചിൽ നിന്ന് സൂറത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാ. ഇടയ്ക്ക് ബറൂച്ച് ടൗണിലൂടെ ഒക്കെ കടന്ന് ട്രാഫിക്കിലൊക്കെ ചെറുതായിട്ടൊന്ന് പെട്ടായിരുന്നു. പക്ഷെ വലിയ പ്രശ്നമില്ല. ഇപ്പൊ എന്തായാലും വീണ്ടും നാഷണൽ ഹൈവേ 48ലേക്ക് കയറിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് നാഷണൽ ഹൈവേ 48. നൗ ഹെഡിങ് ടുവേർഡ്സ് സൂറത്ത്. മണി ഇപ്പം 12:45. ഒരു 1.5 മുതലാണ് ഈ ഓടി പോകുന്നത് റോഡിൽ കൂടെ. ടയറോട് ടയർ 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 ഹ്യൂജ് ഷിപ്പ്. ഇതിനെ വലിക്കുന്നത് 520 വോൾവോടെ. സമയം 1:30 കഴിഞ്ഞു. ഡേ 2. ഇപ്പൊ സൂറത്ത് എല്ലാം വിട്ടു. ഇപ്പം വാപ്പി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് മുംബൈ എന്ന് പറയുന്നത് ഏകദേശം 270 കിലോമീറ്ററാണ്. ഇത് നാഷണൽ ഹൈവേ 48 ആണ്. ഇവിടെ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. ട്രക്സ് ഇഷ്ടം പോലുണ്ട്. ഈ റോഡ് ഭയങ്കര ബിസിയാണ്. നല്ല കാർമേഘമുണ്ട്. ക്ലൗഡിയാണ്, എന്നാൽ ചൂടുമുണ്ട്. പക്ഷേ വെതർ ഹാസ് ചേഞ്ച്ഡ്. നമ്മൾ ഇങ്ങ് ഗുജറാത്ത് കടന്നപ്പോഴത്തേക്ക് കാലാവസ്ഥയിൽ നല്ല വ്യത്യാസമാണ്. ഇപ്പം നല്ല ക്ലൗഡിയാണ്. മഴയൊന്നും ഇതുവരെ പെയ്തിട്ടില്ല. മുംബൈക്ക് ഇനി ടോട്ടൽ 270 കിലോമീറ്റേഴ്സ്. ഒരു ഏകദേശം 5 മണിക്കൂർ യാത്രയുണ്ട്. 5 മണിക്കൂർ യാത്രയിൽ മുംബൈ എത്തും. നമ്മുടെ ലക്ഷ്യം പിന്നെയും ഡൗൺ സൗത്താണ്. ഇന്നത്തോടെ ഈ യാത്ര മിക്കവാറും മുംബൈയിൽ അവസാനിപ്പിക്കും. മാക്ഡൊണാൾഡ്സ് ഗുജറാത്തിലാണ്. ഇവിടെ ഞാൻ കണ്ട ഒരു സംഭവം കാണിക്കാം. നോ അണിയൻ, നോ ഗാർലിക്. ജെയിൻ ടീമിന് വേണ്ടിയിട്ടുള്ള മച്ചീസ് ബർഗർ. ജെയിൻ ഫ്രണ്ട്ലി മച്ചീസ് ബർഗർ. സമയം 3:10. ഇപ്പൊ ഗുജറാത്തിലാണ്. മാക്ഡൊണാൾഡ്സിൽ നിർത്തിയതാ. ഒരു ബ്രേക്ക് എടുത്തു ഫുഡ് അടിക്കാനായിട്ട്. ഇനി ഇവിടുന്ന് പോയേക്കുവാണ് ടുവേർഡ്സ് മുംബൈ. മണി 3:30 അങ്ങനെ മുംബൈയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. മുംബൈക്ക് ഇനി 200 കിലോമീറ്റർ. മണി 4 അങ്ങനെ ഗുജറാത്തിൻ്റെ സ്റ്റേറ്റ് ബോർഡർ ഇവിടെ തീരുകയാണ്. ഇനിയിപ്പം ദാമൻ ഇസ് എ യൂണിയൻ ടെറിട്ടറി. മണി 5:30 അങ്ങനെ യൂണിയൻ ടെറിട്ടറി ദാമൻ ആൻഡ് ദിയുവിലേക്ക് എൻട്രി ചെയ്യുകയാണ്. കേന്ദ്ര ഭരണ പ്രദേശമാണ്. സോ നൗ വി ആർ ഇൻ ദാമൻ ആൻഡ് ദിയു. അങ്ങനെ കറങ്ങി ദാമൻ ബീച്ച് എത്തിയിരിക്കുകയാണ്. ഇറ്റ്സ് എ യൂണിയൻ ടെറിട്ടറി ക്ലോസ് ടു ഗുജറാത്ത്. ഈ ബീച്ചിൻ്റെ പേരാണ് ജംപൂർ ബീച്ച്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത്. ബ്ലാക്ക് സോയിലാണ് ഇവിടെ. ഇതാണ് ജംപൂർ ബീച്ച്, ദാമൻ ആൻഡ് ദിയു. എക്സ്പ്ലോറിങ് ഇന്ത്യ. അവിടെ ഒരു ശിവന്റെ വലിയൊരു സ്റ്റാച്യു ഒക്കെ ഉണ്ട്. ഈ ഗോവ ഒഴികെ ബാക്കി ഈ മഹാരാഷ്ട്രയിലായാലും വേറെ കർണാടകയിലായാലും എല്ലായിടവും ബീച്ച് ഒരു അമ്പലമായിട്ട് അസോസിയേറ്റ്. സമയം 4:55. ഇപ്പം മൺസൂൺ സീസണാണ്, മൺസൂൺ ടൈമാണ്. കടല് അത്രയ്ക്ക് ശാന്തമൊന്നുമല്ല,
പക്ഷെ ഒരുപാട് തിരയൊന്നും കയറി കിടപ്പില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല പൊക്കത്തിൽ വേവ്സ് അടിക്കുന്ന സ്ഥലമൊന്നും അല്ല ഇത്. പക്ഷെ ഈ മണ്ണ് ഭയങ്കര രസമുണ്ട്, കോൺട്രാസ്റ്റ് സൂപ്പർ. ഇതിനെ ജംബൂർ ബീച്ച് എന്ന് പറയും. ഇനി ഇത് കൂടാതെ ദേവ്ക ബീച്ച് എന്ന് പറഞ്ഞ് ഒരു ബീച്ചുണ്ട്. ഇത് പെട്ടെന്ന് ഡീറ്റൂർ ചെയ്തതാണ്. വി ആർ ഓൺ അവർ വേ ടു മുംബൈ. പെട്ടെന്ന് ഡീറ്റൂർ ചെയ്ത് ഇങ്ങോട്ട് മാറിയതാണ്. എന്തായാലും എനിവേ ഇറ്റ്സ് വർത്ത് കമ്മിങ് ഹിയർ. സൂപ്പർ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ കുഞ്ഞി ടെട്രാപോഡ് കിടക്കും. തീരെ പൊടിയനാ. ഇവിടെ കൊല്ലത്തൊക്കെ വലിയ മുട്ടൻ ടെട്രാപോഡായിട്ടുള്ളത്. ഇത് തീരെ പൊടിയാ, കുഞ്ഞൻ. ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ നല്ലൊരു അടിപൊളി റോഡ് പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. വാഹനമൊക്കെ നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. പോകുന്ന വഴിയിൽ പെട്ടെന്നൊരു ഡീറ്റൂർ ചെയ്തയാ. എനിവേ വി ആർ ഗോയിങ് ഫ്രം ഹിയർ. നമ്മുടെ ടൈഗൻ എടുത്തിട്ടുള്ള ഫസ്റ്റ് ലോങ് ഡ്രൈവാണിത്. ടൈഗൻ അടിപൊളിയാണ്. ഒരു ഫോർട്ടാണ്. ഫോർട്ടിൻ്റെ അകത്തോട്ട് കയറുക. റൂവ മാർട്ടിൻ അൽഫോൺസോ എന്നൊക്കെ എഴുതി. അവിടെ ദൂരെ ഒരു ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്. ഇതൊരു ഫോർട്ടാണ്, പഴയ പോർച്ചുഗീസുകാരുടെ കാലത്തെ ഫോർട്ടാണ്. ശരിക്കും ഇത് നമ്മുടെ അഞ്ച് തെങ്ങ് ഫോർട്ട് അതൊക്കെ ഓർമ്മ വരുന്നത്. അത് ചെറുതാണ്, ഇത് ഭയങ്കര വലുതാണ്. ഇത് പണ്ട് പോർച്ചുഗീസുകാരുടെ ഒരു സ്ഥലമായിരുന്നു. ഗോവ പോലെ ഒരു സ്ഥലമാണ്. പോർച്ചുഗീസ് സെറ്റിൽമെൻ്റ് ഉള്ള സ്ഥലമാണ് ഇത്. ഒരുപാട് ഫിഷിംഗ് ബോട്ടൊക്കെ ഇരുന്നു, വലിയ ട്രോളർ ബോട്ട്സൊക്കെ ഇരിപ്പുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഗുജറാത്തിൽ ഇങ്ങനൊരു സ്ഥലം ഓൺ ദ വേ ടു മുംബൈ റിയലി സർപ്രൈസ്ഡ് മീ ആൻഡ് ഐ ആം സോ ഹാപ്പി. ഈ ഫോർട്ട് കോംപ്ലക്സിൻ്റെ അകത്താണ് ഫോർട്ട് ഓഫ് മോട്ടി ഡാമൻ. ഏതാണ്ട് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയ അതേ കണക്കുണ്ട്. ഇത് ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം ഈ ഒരു ഫോർട്ട് കോംപ്ലക്സിൻ്റെ അകത്താണ്. പഴയ പോർച്ചുഗീസുകാരുടെ സ്ഥലമാണ് ഇത്. ഇവിടെ അവരുടെ പഴയ ഒരു ചർച്ചുണ്ട് പോർച്ചുഗീസുകാരുടെ. പോർച്ചുഗീസുകാരുടെ പഴയ ചർച്ച. ഇത് മോത്തി ഫോർട്ട് ദാമൻ ഇതിൻ്റെ കോംപ്ലക്സിൻ്റെ അകത്താണ്. ഇതിൻ്റെ ഈ ഒരു ഫോർട്ട് കോംപ്ലക്സിൻ്റെ അകത്താണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങും പിന്നെ ഇതിൻ്റെ അകത്തൊരു കോർട്ട് പള്ളിയൊക്കെ ഉണ്ട്. ഒരു പഴയ പള്ളിയുണ്ട്. വേറെ ലെവല് വൈബാണ്. ഇതൊരു പുതിയ പള്ളിയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു പുതിയ പള്ളി കാണുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പഴയ പള്ളി, പോർച്ചുഗീസുകാരുടെ പള്ളിയാണ്. ഇപ്പോൾ ദാമനിലാണ് IOCയിൽ. ഇവിടെ പെട്രോളിന് 92 രൂപയേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ മഹാരാഷ്ട്ര, അവിടെ പെട്രോളിന് വില കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഫുൾ ചെയ്യുക. ഈ ദാമനിൽ വന്നിട്ട് അങ്ങോട്ട് പറയാനുണ്ട്. ഇവിടെ 92 രൂപയേ ഉള്ളൂ. ഇപ്പോൾ സമയം 6:10. ഗുജറാത്ത് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡ്രൈ സ്റ്റേറ്റ് ആണ്. പക്ഷേ ഇവിടെ ഈ കള്ള് കുടിക്കാനായിട്ട് ആളുകൾ ഇവിടെ ദാമനിൽ വരും. ദാമനിൽ ഇത് അലൗഡാണ്.
അപ്പോൾ ഇത് ഇവിടുന്ന് മേടിച്ചിട്ട് നമുക്ക് ഗുജറാത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന്മാർ ഈ ചെക്ക് പോസ്റ്റിൽ പൊക്കും. അതിനായി പോലീസുകാർ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ വളരെ ശ്രദ്ധിക്കുക, കയ്യിൽ കുപ്പി ഉണ്ടെങ്കിൽ പണിയാവും. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ തിരിച്ച് ദാമനിൽ നിന്ന് തിരിച്ച് മുംബൈയിലോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പം ഓൺ ദ വേ ഞങ്ങളെ പോലീസ് തടഞ്ഞ് ആടി മൂടി ചെക്ക് ചെയ്തു. വണ്ടി മുഴുവൻ തുറന്ന് ചെക്ക് ചെയ്തു. സൂട്ട് കേസ് എല്ലാം ചെക്ക് ചെയ്തു. കുപ്പി ഉണ്ടോ എന്ന് നോക്കാൻ. കുപ്പിയൊന്നും ഇല്ല. അതുകൊണ്ട് സുഖമായിട്ട് നമ്മളെ വിട്ടു. കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ പണിയാവും. സോ വി ആർ ഓൺ അവർ വേ ടു മുംബൈ. ലെഫ്റ്റ് ദാമൻ. നൗ ഓൺ അവർ വേ ടു NH48. NH48ലേക്ക് കയറുകയാണ്. സമയം 7:10. അങ്ങനെ ഗുജറാത്ത് സ്റ്റേറ്റ് വിട്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് എൻ്റർ ചെയ്യാണ്. ദാമൻ കഴിഞ്ഞു, ഗുജറാത്ത് കഴിഞ്ഞു, ഇനി മഹാരാഷ്ട്രയിലേക്ക് എൻ്റർ ചെയ്യാണ്. മഹാരാഷ്ട്രയിൽ എൻ്റർ ചെയ്തു. ഇപ്പോൾ നല്ല മൺസൂൺ. ഇപ്പോഴാണ് ശരിക്കും മഴ പെയ്ത് തുടങ്ങിയത്. ഇനിയൊരു 150 കിലോമീറ്റർ ഉണ്ട് മുംബൈ എത്താൻ. സോ ഫൈനലി മൺസൂൺ ഇസ് ഹിയർ. ഡൽഹിയിൽ നിന്ന് ഓടിച്ചു വിടാൻ വന്നിട്ട് ഇപ്പോഴാണ് മഴ കാണുന്നത്.